ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കപ്പയാണ്. ഇവിടെ എനിക്ക് ഒരു 3 ചുവട് കപ്പയുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്ക് തന്നതാണ്. അപ്പം അത് ഒരു 2 എണ്ണം ഒരേ ടൈപ്പും ഒരെണ്ണം കുറച്ച് വ്യത്യസ്തമായ ഇതുമാണ്. ഇപ്പം ചുവപ്പ് കളറാണ് തണ്ട്. ഇതൊക്കെ ചുവപ്പ് കളർ തണ്ടാണ്. പിന്നെ ഒരെണ്ണം വ്യത്യസ്തമായിട്ട് ഒരു പച്ച കളർ തണ്ടോട് കൂടിയതുണ്ട്. അത് ഏത് ഇനം കപ്പയാണെന്ന് എനിക്കറിയില്ല. പിന്നെ അതുകൂടാതെ ഇപ്പം ഈ കപ്പ ഞാൻ നട്ടിട്ട് ഒരു 8 മാസമായിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പറിച്ച് നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ കപ്പ കൃഷി ചെയ്യുന്നത്. നമുക്കൊന്ന് പറിച്ച് നോക്കാം എത്ര കിട്ടുന്നതെന്ന്. അപ്പോൾ അധികം താമസിക്കാതെ ഇവിടെ വിൻ്റർ സ്റ്റാർട്ടാകും. ഇപ്പം തന്നെ ഒരുവിധം നന്നായിട്ട് തണുപ്പായി വരുന്നുണ്ട്. ഇന്ന് മഴയുണ്ടായിരുന്നു. അതുകൂടാതെ നല്ല തണുപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് നാൾ കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും കപ്പ ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. വിൻ്റർ കൂടി കഴിഞ്ഞാൽ കപ്പ ഉണങ്ങിപ്പോകുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് പിഴുതെടുക്കാം. വീടിന് സൈഡിലായിട്ട് ഇവിടെയാണ് ഞങ്ങൾ കപ്പ നട്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഏകദേശം 8 മാസം പ്രായമായ കപ്പ. 3 ചുവട് കപ്പയാണ് ഉള്ളത്. ഏകദേശം വിളവെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. 8 മുതൽ 12 മാസം വരെയാണ് കപ്പയുടെ വളർച്ചാ കാലഘട്ടം. അപ്പോൾ നമുക്ക് കപ്പ പിഴുത് നോക്കാം. കപ്പ പിഴുതെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി കപ്പയുടെ ചുവട്ടിലെ മണ്ണ് നന്നായി മാറ്റി കൊടുക്കുക. ആദ്യമായിട്ടാണ് ഞാൻ കപ്പ കൃഷി ചെയ്തത്. അതുകൊണ്ട് തന്നെ വിളവെടുക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചാണകപ്പൊടിയും കമ്പോസ്റ്റ് വളവുമാണ് ഞാൻ കപ്പയ്ക്ക് വളമായി ഇട്ട് കൊടുക്കുന്നത്. കപ്പയുടെ ചുവട്ടിലെ മണ്ണ് ഒരു ഹാൻഡ് ഷവൽ ഉപയോഗിച്ച് നന്നായി നീക്കം ചെയ്ത് കൊടുക്കാം. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് മണ്ണ് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ നല്ല തണുപ്പും കാറ്റുമാണ് കേട്ടോ. മണ്ണ് മാറ്റിയതിന് ശേഷം കപ്പയുടെ തണ്ട് വെട്ടി മാറ്റുന്നു. കപ്പയുടെ തണ്ട് വെട്ടി മാറ്റുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. കാരണം ഈ തണ്ട് അടുത്ത വർഷം കപ്പ നടാൻ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. കാരണം അത്ര അന്വേഷിച്ചതിന് ശേഷം കിട്ടിയ കപ്പത്തണ്ടാണിത്. കപ്പയുടെ തണ്ടെല്ലാം വെട്ടി മാറ്റിയതിന് ശേഷം വീണ്ടും കപ്പയുടെ ചൂട്ടിലെ മണ്ണ് നന്നായി നീക്കം ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ കപ്പ നന്നായി കാണാൻ പറ്റുന്നുണ്ട്. ഇനി കപ്പത്തണ്ട് ഒന്ന് നന്നായി ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നന്നായി വലിച്ച് കപ്പ പിഴുതെടുക്കാവുന്നതാണ്. ദേ നോക്കിക്കേ, ഇത്രയും കപ്പ കിട്ടിട്ടോ. ഇനി ഈ കപ്പ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് വയ്ക്കാം. ഇവിടെ കപ്പയ്ക്ക് യൂക്ക എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ഗ്രോസറി സ്റ്റോറിൽ പച്ചക്കപ്പ വാങ്ങാൻ കിട്ടും. എന്നാൽ കപ്പയുടെ പുറത്ത് അവ ചീത്തയാകാതിരിക്കാൻ ഒരു മെഴുക് പുരട്ടിയിട്ടുണ്ടാവും. എന്നാൽ മിക്ക കപ്പയും ചീത്തയായതാവും. ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ചീത്തക്കപ്പ അതുപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രോസൺ ആയിട്ടുള്ള കപ്പയും കിട്ടാനുണ്ട്. മിക്ക കടകളിലും നമുക്കത് വാങ്ങാൻ കിട്ടും. അത് നമ്മുടെ ചെണ്ടക്കപ്പ ഒക്കെ വേവിക്കാൻ മുറിക്കുന്ന രീതിയിൽ കട്ട് ചെയ്താണ് കിട്ടുന്നത്. ഞങ്ങൾ 2 തരത്തിലുള്ള കപ്പയും ഇവിടെ വാങ്ങാറുണ്ട്. പച്ച തണ്ടോടുകൂടിയ കപ്പ പിഴുതെടുത്തിട്ട് അതിൻ്റെ ചുവട്ടിൽ കിഴങ്ങൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ചെറിയ കപ്പക്കിഴങ്ങ് മാത്രമാണ് അതിലുണ്ടായിരുന്നത്. തണ്ട് വെട്ടി മാറ്റിയതിന് ശേഷം ചുവട്ടിലെ മണ്ണ് നീക്കം ചെയ്ത് 3ാമത്തെ കപ്പയും ഞങ്ങൾ പറിച്ചു നോക്കിയിട്ടോ. ദേ ഇത്രയും കപ്പ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. ഈ കപ്പ ഞങ്ങൾ വേവിച്ചിട്ട് നല്ല പുട്ട് പോലെ വേകുന്ന കപ്പയായിരുന്നു കേട്ടോ. ഇനി കപ്പയെല്ലാം തണ്ടിൽ നിന്ന് നന്നായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ കപ്പയിൽ നന്നായി മണ്ണ് പറ്റി പിടിച്ചിരിപ്പുണ്ട്. നമുക്ക് ആ മണ്ണെല്ലാം നന്നായി വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വീടിനുള്ളിലേക്ക് കൊണ്ടുപോകാം. ഏകദേശം ഒരു 4 കിലോ കപ്പയോളം ഉണ്ടായിരുന്നു. അങ്ങനെ കപ്പയുടെ വിളവെടുപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.